കർക്കിടക മാസം അവസാനിക്കാറായി. അതോടൊപ്പം തന്നെ രാമായണ മാസവും അവസാനിക്കേണ്ടതാണ്. ഹിന്ദു ഭവനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന രാമായണ പാരായണം കർക്കിടക മാസം 1-ാം തീയതി ആരംഭിച്ച് കർക്കിടക മാസം അവസാനിക്കുമ്പോൾ അവസാനിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൗദൂദി പത്രത്തിൽ ഡോക്ടർ ശ്യാംകുമാർ എഴുതുന്ന രാവണായനവും അവസാനിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് കാലപരിധിയൊന്നുമില്ല. ചിങ്ങമാസത്തിൽ ഇത് എഴുതിയാലും മാധ്യമവും പത്രാധിപരും പ്രസിദ്ധീകരിക്കാതിരിക്കില്ല. അപ്പോൾ ശ്യാംകുമാറിന് ഇനിയും ഒരുപാട് സമയമുണ്ട്, സ്ഥലമുണ്ട്. അദ്ദേഹം എന്ത് എഴുതിയാലും പ്രസിദ്ധീകരിക്കാൻ മാധ്യമവും പത്രാധിപരും തയ്യാറായിട്ട് ഇരിക്കുന്നുമുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാൽമീകി രാമായണത്തിൻ്റെ നേർ പരിഭാഷയല്ല തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഈ കിളിപ്പാട്ടാണ് വലിയ കാര്യമായിട്ട് വീടുകളിൽ വായിക്കുന്നത്. ശരിക്ക് വാൽമീകി രാമായണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഗ്രന്ഥമാണ്. അതിൽ ശ്രീരാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ഭരതശത്രുഘ്നന്മാരുടെയും രാവണൻ്റെയും വിഭീഷണൻ്റെയും മാത്രം കഥയല്ല, ഒരുപാട് ഉപകഥകളൊക്കെ ഉള്ള വലിയ ഒരു സംഭവമാണ്. ആ പുസ്തകത്തിൻ്റെ അല്ല, അതിൽ നിന്നും അതിനെ ഉപജീവിച്ച് പണ്ട് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന ഒരു സംസ്കൃത കവി എഴുതിയ കൃതിയാണ് അധ്യാത്മരാമായണം, സംസ്കൃതം മൂലം. അതിൻ്റെ ഒരു ഏകദേശ പരിഭാഷയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കിളിപ്പാട്ടിൻ്റെ ആദ്യത്തെ 5 കാണ്ഡങ്ങളിലും എഴുത്തച്ഛൻ ഏറെക്കുറെ ഈ അധ്യാത്മരാമായണത്തിൻ്റെ മൂലകൃതിയെയാണ് ആസ്വദിച്ചിട്ടുള്ളത്. അവസാന യുദ്ധകാണ്ഡത്തിൽ പുള്ളി ഏതാണ്ട് വാൽമീകി രാമായണത്തെയാണ് പിന്തുടരുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെയും നിരവധി രാമായണങ്ങളുണ്ട്. തുളസീദാസൻ എഴുതിയ രാമചന്ദ്രമാനസമുണ്ട് ഹിന്ദിയിൽ, അതുപോലെ കമ്പരാമായണമുണ്ട് തമിഴിൽ. ഇങ്ങനെ പല കൃതികളുമുണ്ട്. പിന്നെ മലയാളത്തിൽ തന്നെ കണ്ണശരാമായണമുണ്ട്. വള്ളത്തോൾ മഹാകവി വിവർത്തനം ചെയ്ത വാൽമീകി രാമായണമുണ്ട്. ഇങ്ങനെ പല കൃതികളും ഈ രാമായണത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിഭാഷകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ എഴുത്തച്ഛൻ്റെ ഈ കിളിപ്പാട്ടാണ് കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. കൂടുതൽ ആളുകൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് കിളിപ്പാട്ടിനെയാണ്. പക്ഷേ കിളിപ്പാട്ടും വാൽമീകി രാമായണം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് വള്ളത്തോളിൻ്റെ തർജ്ജമ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതല്ലെങ്കിൽ സമീപകാലത്ത് ഈ കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് പ്രൊഫസർ എം ലീലാവതി മലയാളത്തിൽ അതിൻ്റെ ഗദ്യ പരിഭാഷ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ ഡോക്ടർ സുധാംശു ചതുർവേദി സംസ്കൃതത്തിലുള്ള മൂലവും അത് മലയാളത്തിൽ അച്ചടിച്ച് അതോടൊപ്പം തന്നെ ഈ മലയാള പരിഭാഷയും കൂടി ചേർത്ത് പ്രസിദ്ധീകരിച്ചു. അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ലീലാവതി ടീച്ചറുടെ ഈ രാമായണ പരിഭാഷയ്ക്ക് ശേഷം പ്രിയപ്പെട്ട ഡോക്ടർ എം.എൻ. കാരശ്ശേരി ഇപ്പോൾ അതിൻ്റെ ഒരു സംഗ്രഹം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിനാണ് മലയാള രാമായണം എന്ന് പേരിട്ടുള്ളത്. ഈ മലയാള രാമായണം ഏതാണ്ട് 288 പേജുള്ള ഒരു ചെറിയ പുസ്തകമാണ്, അത്ര വലുതെന്ന് പറഞ്ഞു. പക്ഷേ അത് വാൽമീകി രാമായണത്തിൻ്റെ ഒരു സംഗ്രഹ പരിഭാഷയാണ്. 50 ചെറിയ അധ്യായങ്ങളായിട്ട് അദ്ദേഹം ഇതിനെ തിരിച്ചിരിക്കുന്നു. കാണ്ഡങ്ങളായിട്ടില്ല, ചെറിയ അധ്യായങ്ങൾ. പക്ഷേ നല്ല റീഡബിലിറ്റിയുള്ള പുസ്തകമാണ്. ഇതിൽ കാടും പടലുമൊക്കെ കളഞ്ഞ് രാമായണത്തിൻ്റെ കഥ ഏത് പാമരന്മാർ വായിച്ചാലും മനസ്സിലാകത്തക്ക രീതിയിൽ നല്ല മലയാളത്തിൽ എഴുതിയ ഒരു പുസ്തകമാണ് മലയാള രാമായണം. മലയാള രാമായണം എന്നുള്ള പേര് തന്നെ വളരെ അന്വർത്ഥമാണ്. സംസ്കൃത പദങ്ങൾ അദ്ദേഹം പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. തീരെ ഒഴിവാക്കിയെന്നല്ല, പരമാവധി കുറവായി ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ മലയാള ഭാഷയുടെ ഒരു സുഖം എന്ന് പറയുന്നത്, മലയാള ഭാഷയുടെ ഒരു ഭംഗി എന്ന് പറയുന്ന കാരശ്ശേരി എഴുതുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പണ്ട് കുട്ടിക്കൃഷ്ണ വാര്യർ എഴുതിയിരുന്ന പോലെ, അല്ലെങ്കിൽ സഞ്ജയൻ ചെയ്തിരുന്ന പോലെ, അല്ലെങ്കിൽ മറ്റ് പല ഡോക്ടർ ഭാസ്കരൻ നായരൊക്കെ ചേരുന്ന പോലെ നല്ല മധുര മനോഹരമായ മലയാളം. ഈ ചെന്തങ്ങിൻ്റെ ഇളനീര് കുടിക്കുന്ന സുഖമാണ് കാരശ്ശേരി എഴുതി വായിക്കുമ്പോൾ. അത്ര മനോഹരമായ ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മൂലകഥയുടെ അന്തസത്ത നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ഇതിൻ്റെ ഇതിവൃത്തത്തിൽ നിന്ന് ഒട്ടും തന്നെ വ്യതിചലിക്കാതെ അനാവശ്യമായ ഉപകഥകൾ പരമാവധി ഒഴിവാക്കി വളരെ നേർരേഖയിലുള്ള ഒരു ആഖ്യാന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഈ കാരശ്ശേരിക്ക് വേറൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. ഈ രാമായണത്തിൻ്റെ വേറൊരു വേർഷനാണ് മാപ്പിള രാമായണം. അതിൽ ദശരഥനും ശ്രീരാമനും സീതയും ഒക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, ഏറനടൻ മാപ്പിളമാരാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ദശരഥൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, ഒരു സുൽത്താൻ, അദ്ദേഹത്തിന് 3 ബീവിമാരാണ്. ആ 3 ബീവിമാരിലുമായിട്ട് 4 ആൺമക്കളാണ്. ഇങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത്.
അത് വടകര ഭാഗത്ത് ചില ആളുകൾ ചൊല്ലിയിരുന്ന ഒരു പദ്യമാണ്. മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, അന്ന് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവേഷകനാണ്, ഈ എം.എൻ. കാരശ്ശേരിയാണ് ഇത് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. അന്ന് മാതൃഭൂമിയിൽ ഇപ്പോൾ കാകദൃഷ്ടി വരുന്ന സ്ഥലത്ത് പോക്കറ്റ് കാർട്ടൂണായിട്ട് വന്നിരുന്നത് നാണിയമ്മയും ലോകവും എന്ന ഒരു പോക്കറ്റ്, എനിക്കിവിടെ A.S. നായരുമായിട്ടാണ് അത് വരച്ചത്. അതിൽ പോക്കറ്റ് കാർട്ടൂണിൽ വന്ന് മാപ്പിള രാമായണം കണ്ടെത്തി എന്നായിരുന്നു. മാപ്പിള രാമായണം കണ്ടെത്തി എന്നുള്ളത് മാപ്പിള രാമായണം കണ്ടെത്തി എന്നാണ്. ഇപ്പോൾ ദാ വീണ്ടും മാപ്പിള വാൽമീകി രാമായണവും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും കാരശ്ശേരി മാഷിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ഇത് വായിക്കാൻ ഞാൻ ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.